നമസ്കാരം ഡാർക്ക് സ്റ്റൂഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്ന് ഫോഗ് വരുന്ന അല്ലെങ്കിൽ ഫോഗിൻ്റെ അകത്ത് നിന്ന് ടെക്സ്റ്റ് വരുന്ന ഈ ഒരു തരത്തിലുള്ള ടെക്സ്റ്റ് ആനിമേഷൻ എങ്ങനെ ഡാവിഞ്ചി റിസോൾവ് ഫ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. നേരെ നമുക്ക് ഫ്യൂഷൻ്റെ അകത്തേക്ക് പോകാം. ഫ്യൂഷൻ്റെ അകത്ത് വന്ന ശേഷം നമുക്കിവിടെ ടെക്സ്റ്റിനോട് ആദ്യം തന്നെ ആഡ് ചെയ്യണം അല്ലേ. നമുക്ക് ഒന്നെങ്കിൽ ഇതാ മേലെ നിന്ന് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അല്ല വേറൊരു രീതിയിലാണ് നിങ്ങളുടെ ഇൻ്റർഫേസ് കിടക്കുന്നതെങ്കിൽ, അതായത് താഴെയാണെങ്കിൽ അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ടാലും മതി കേട്ടോ. ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരെ വർക്ക് സ്പേസിൻ്റെ അകത്ത് വന്ന് ലേഔട്ട് പ്രീസെറ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഫ്യൂഷൻ പ്രീസെറ്റ് കാണാൻ പറ്റും. അതായത് മിഡ് ഫ്ലോ വേർട്ടിക്കൽ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഇൻ്റർഫേസ് കിട്ടും അല്ലേ. ഞാൻ ഇതിനെ ടെക്സ്റ്റിനെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് മീഡിയ ഔട്ടിനെ താഴേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ. ഓക്കെ, ഇനി ഞാൻ ഈ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ടൂൾ മെനു ഓൺ ചെയ്യാണ്. എങ്ങനെയാണ് ടൂൾ മെനു ഓൺ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലേ. ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ ടൂൾ മെനു ഓൺ ആവും. ഇനി ഇതിൻ്റെ അകത്ത് ഗ്ലോ എന്നൊന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്ലോ കിട്ടും. ഞാൻ ഇവിടേക്ക് സോഫ്റ്റ് ഗ്ലോ ആഡ് ചെയ്യാണ്. സെലക്ട് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ എമിറ്റർ ആഡ് ചെയ്യാം. പാർട്ടിക്കിൾ എമിറ്റർ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക, എവിടേക്ക് ഡ്രോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പാർട്ടിക്കിൾ എമിറ്റർ ആഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റക്ക് ആവുക അല്ലെങ്കിൽ ചെയ്യാൻ മടിയാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, മടിയന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രോഡക്റ്റ് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് ഫ്യൂഷൻ്റെ അകത്തല്ല, എഡിറ്റ് പേജിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഡിറ്റ് പേജിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ടൈറ്റിലിൻ്റെ അകത്ത് ഫോഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എഫക്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഫുൾ സെറ്റിങ്സ് റൈറ്റ് സൈഡിൽ ഉണ്ടാവും. നമുക്ക് അതിൻ്റെ കളർ മാറ്റാം, അതിൻ്റെ സൈസ് മാറ്റാം, എല്ലാ ഓപ്ഷൻസും ആനിമേഷൻ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, നമ്മൾ തിരിച്ച് വീണ്ടും ഫ്യൂഷൻ്റെ അകത്ത് തന്നെ വരികയാണ്. പാർട്ടിക്കിൾ എമിറ്റർ നാം ആഡ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് ടർബുലൻസ് എന്ന് സെർച്ച് ചെയ്യുക. എന്താണ് ടർബുലൻസിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോകാം അല്ലേ. നമുക്കൊരു അറേഞ്ച്മെൻറ്റിൽ പോകുമ്പോൾ തെറ്റിക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ നമുക്ക് താഴേക്ക് ആഡ് ചെയ്തു കേട്ടോ. ഇനി അതിൻ്റെ അകത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ച് കഴിഞ്ഞ് പാർട്ടിക്കിൾ റെൻഡർ, അതായത് പി റെൻഡർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിക്കിൾ റെൻഡർ കിട്ടും. അതും ഇവിടേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗോഷ്യൻ ബ്ലർ ഇവിടെ ഇവിടേക്ക് ആഡ് ചെയ്യാം. ഗോഷ്യൻ ബ്ലർ ഓക്കെ, ആഡ് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ഈ നോട്ടറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മീഡിയ ഔട്ട് ഞാൻ ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്തു. ഇനി ആ ഗ്ലോയുടെ അകത്ത് നിന്ന് ഒരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഗോഷ്യൻ ബ്ലറിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തു. മസ്റ്റായിട്ടും ഈ ഔട്ടിലേക്ക് തന്നെ കണക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു മേർജ് കിട്ടും. ആ മേർജിൽ നിന്ന് ഒരു ഔട്ട് വലിച്ചിട്ട് മീഡിയ ഔട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിട്ടോ, നമ്മുടെ ചാർട്ട് കംപ്ലീറ്റഡ് ആയി. ഇനി നമുക്ക് കുറച്ച് എഡിറ്റിങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും പേര് എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് വൂൾഫ് എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഫോണ്ടിൻ്റെ സ്റ്റൈൽ മാറ്റാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് നെറ്റിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഫോണ്ടുകൾ കിട്ടും. അതിൽ ഫോഗി ടൈപ്പ് ഫോണ്ട് ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടുന്ന് ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്യാണ്. ഇനി തൊട്ട് താഴെയുള്ള സോഫ്റ്റ് ഗ്ലോയിൽ വന്നിട്ട് കുറച്ച് ഗ്ലോ എന്ന് കുറയ്ക്കുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഗ്ലോ നമുക്ക് വേണ്ട അല്ലേ. ഏകദേശം ഈ ഒരു ടൈപ്പിന് മതി. ടെക്സ്റ്റ് കാണുന്ന തന്നെയല്ല. ഓക്കെ, ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ ഫോണ്ട് ഒന്നോട്ട് നോക്കട്ടെ നല്ലൊരു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് വെറൈറ്റി ഇവിടേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് സൈസ് വേണമെങ്കിൽ ഒന്ന് കൂട്ടാം. കളറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ കൂട്ടി വെക്കാം കേട്ടോ. ഇനി നമുക്ക് നേരെ പി എമിറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് 1000 അല്ലെങ്കിൽ 2000 ഏതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് താങ്ങാൻ പറ്റുന്നത് അത്രയും എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പി എമിറ്റേഴ്സ് കേട്ടോ. പി എമിറ്റർ ഇപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എമിറ്റ് ചെയ്യുകയാണ്. ഇത് നമുക്ക് കറക്റ്റായിട്ട് ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ എമിറ്റ് ചെയ്യുന്ന മോഡലാക്കി എടുക്കണം അല്ലേ. അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആദ്യം തന്നെ സ്റ്റൈൽ കാണാൻ പറ്റും. സ്റ്റൈലിൽ വന്നിട്ട് ഇവിടുന്ന് ബ്ലോബ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് കൊടുക്കാം കേട്ടോ. ബ്ലോബ് എന്നുള്ള ഈ ഒരു എഫക്റ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈസ് കൺട്രോൾ നമ്മുടെ ഓപ്ഷൻ കാണാൻ പറ്റും. ബ്ലോബ് കൊടുക്കുന്ന സമയത്ത് പുതിയൊരു ഓപ്ഷൻ ഓൺ ആയിട്ട് വരും. എന്താണ് സൈസ് കൺട്രോൾ. അതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പോയിന്റിൽ അതിനെ നേരെ ഡ്രാഗ് ചെയ്ത് മേലേക്ക് കൊണ്ടുവയ്ക്കാം. പിന്നെ ഇതിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടും. അതുപോലെ ഫെയ്ഡ് കൺട്രോൾ എന്ത് ചെയ്യുക, ഇവിടെ 0.25 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് റീജിയൻ്റെ അകത്ത് പോകാം. റീജിയൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ സ്പിയർ എന്നായിരിക്കും ഇവിടെ ഉണ്ടാകുക. സ്പിയറിൻ്റെ അകത്ത് നിന്ന് മാറ്റിയിട്ട് ബിറ്റ് മാപ്പിലേക്ക് കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിറ്റ് മാപ്പിൻ്റെ ഒരു പോർട്ട് ഓൺ ആയിട്ട് വരും. അതിലേക്ക് നമുക്ക് എന്ത് ബിറ്റ് മാപ്പ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അതിൻ്റെ അകത്തു നിന്നായിരിക്കും ഈ ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് A to Z പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്കൊരു പെയ്ഡ് വെബ്സൈറ്റ് കോഴ്സ് ഉണ്ട്, അതുപോലെ ലൈവ് കോഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്തും പഠിക്കാം. നേരത്തെ കാണിച്ച നമ്പർ തന്നെയാണ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഫീസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ, ഈ ടെക്സ്റ്റിൻ്റെ അന്നൊരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് പി എമിറ്ററിൻ്റെ ഈ ഒരു മഞ്ഞ പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോകണം. ആ പോർട്ട് ഏതാണ്, നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്ന ഈ ബിറ്റ് മാപ്പിൻ്റെ പോർട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റിൻ്റെ മേലെ നിന്ന് ഫോഗ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. കണ്ടോ.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടർബുലൻസിൻ്റെ അകത്ത് ഒന്ന് വരാം. ടർബുലൻസിൻ്റെ അകത്ത് വന്ന് സ്ട്രെങ്ത് ഇത്തിരി കൂട്ടി കൊടുക്കാം. എത്ര കൊടുക്കാം? ഒരു 2.5 കൊടുക്കാം കേട്ടോ. ടാബ് അടിക്കുക, താഴേക്ക് വയ്ക്കുക. 2.5, 2.5 എല്ലാത്തിലും 2.5 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പീഡൊക്കെ മാറും. കുറച്ചുകൂടി പുറത്തേക്ക് ടർബുലൻസ് ചെയ്ത് വരും കണ്ടോ. ഇവിടെ 2.5 വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കണ്ടോ ടെക്സ്റ്റിൻ്റെ അകത്തുനിന്ന് ഫോഗ് വന്നു അല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. വേണമെന്നുണ്ടെങ്കിൽ ഗോഷൻ ബ്ലറിൻ്റെ അകത്ത് വന്നിട്ട് ബ്ലർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പാർട്ടിക്കിൾ ഇതേപോലെ ഇങ്ങനെയും ചെയ്യാം. അതേപോലെ കൂടുതൽ ശക്തിയുള്ളൊരു ഫോഗായിട്ട് മാറ്റാനും പറ്റും. ഇനി നമുക്ക് ഇത് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തെടുത്താൽ അടിപൊളിയാവും. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഏതെങ്കിലും ഷൂട്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ടുകൾ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അടുത്തുനിന്ന് ഹൊറർന്നോ എന്തെങ്കിലും അടിച്ചിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺറിയൽ എഞ്ചിൻ പോലത്തെ 3D സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ടൂൾ മെനു ഓൺ ചെയ്യുക. ഇവിടേക്ക് എന്ത് ചെയ്യുക? ലോഡർ, LOADER ലോഡർ ഓൺ ചെയ്യുക. ലോഡറിൻ്റെ അകത്തേക്ക് നമുക്ക് വേണ്ട ഇമേജിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് ജസ്റ്റ് ഇവിടേക്ക് ആഡ് ചെയ്തു. അതിന് എന്ത് ചെയ്യണം? അതിന് ശേഷം ഒരു റീസൈസ് നോട്ടിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇത് ഇവിടെ നിന്ന് പൈപ്പ് ലൈൻ വലിച്ച് മേർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്വാപ്പ് ഇൻപുട്ട് എന്ന് കൊടുക്കുക. ഓക്കെ, കണ്ടോ? അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ചെറിയൊരു ആനിമേഷൻ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഈ ആദ്യം വന്ന മേർജ് ഇല്ലേ, അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ബ്ലെൻഡിങ് ഓപ്ഷൻ ഉണ്ടാവും, അത് 0യിലേക്ക് കൊണ്ടുവയ്ക്കുക. ഈ സമയത്ത് നമ്മുടെ പ്ലേ ഹെഡർ 0യിലാണെന്ന് കാര്യം കൺഫേം ആക്കാം കേട്ടോ. നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അവിടെ നമുക്ക് കീ ഫ്രെയിം അപ്ലൈ എങ്ങനെയാണ്? ഈ ഒരു ബ്ലെൻഡിങ് മോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേറ്റ് കൊടുക്കുക. ഓക്കെ ആണ്. ഇനി നമുക്കൊരു 30 ഫ്രെയിമൊക്കെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 20 ഫ്രെയിം എത്തുമ്പോഴേക്കും ഇവിടെ 20 ആക്കുക. 20 ഫ്രെയിം എത്തുമ്പോഴേക്കും ഈ ഒരു ബ്ലെൻഡിങ് മോഡ് ഫുള്ളായിട്ട് അപ്പിയർ ആയിട്ട് വരണം. ഇല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കളറിൽ വരണം ഇതൊക്കെ മതി അല്ലേ? ഓവർ ലൈറ്റ് വരാത്തതാണ് നല്ലത്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന ശേഷം പുകയൊന്ന് മാറി വരുന്ന സിറ്റുവേഷൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ ഈ 20 ഫ്രെയിം എത്തുന്ന സമയത്ത് ബ്ലെൻഡിങ് ഇത്രയും കൂട്ടാതെ 0യിൽ തന്നെ വെക്കുക. ഒരു 30, 35 അല്ലെങ്കിൽ 40 ഫ്രെയിം എത്തുമ്പോഴേക്കും ബ്ലെൻഡിങ് ഓപ്ഷന് കുറച്ചുകൂടെ കയറ്റിയിടുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ആനിമേഷൻ കിട്ടും. പുക വന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ലെറ്റർ വന്നിട്ട് പിന്നെ ലെറ്ററിൻ്റെ അകത്ത് നിന്ന് പുക പുറത്തോട്ടേക്ക് വരുന്ന ഈ ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ അല്ലേ? വളരെ ഈസി അല്ലേ? ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ അതിനുള്ള റിസൾട്ട് മാറി മാറി കിട്ടും കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് നോക്കുക, നിങ്ങൾക്ക് പല പല മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഡാവിഞ്ചി റിസോൾവ് പഠിക്കണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.